കാട്ടാന ശല്യം കാരണം പൊറുതിമുട്ടി പത്തനംതിട്ട കോന്നി ആവോലിക്കുഴിയിലെ താമസക്കാർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന കൃഷി ഇവിടെ വ്യാപകമായി നശിപ്പിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ മേഖലയിലെ കർഷകർ. കോന്നി ആവോലിക്കുഴി സ്വദേശി ഓമനയുടെ പുരയിടത്തിലെ കൃഷിയാണ് കാട്ടാനകൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത്. 200ഓളം വാഴകളും കപ്പയും കാച്ചിലും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പുലർച്ചെ കാട്ടാനയുടെ സാന്നിധ്യം മനസ്സിലാക്കി കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഞങ്ങൾ ഇറങ്ങി വന്ന് വാഴക്കൊല വെട്ടാനെ കൊണ്ടിറങ്ങി വന്നപ്പോഴാണ് ഇത് വാവച്ചപ്പോഴാണ് ഇറങ്ങിയത്. സോളാർ പൊട്ടിച്ചോണ്ടാ. സോളാർ ഇട്ടേക്കുവാ 4 വശവും 2-3 ലക്ഷം രൂപ മുടക്കി ഞങ്ങളുടെ ഇത്രയും ദിവസം തന്നെ 4 വശവും സോളാർ ഇട്ടേക്കുവാ. ഇന്ന് അത് പൊട്ടിച്ചോണ്ടാ കയറിയത്. വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത്. വനപാലകർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. രാത്രിയിലും വെളുപ്പിനെ വെളുപ്പാങ്കാലത്ത് വെക്കാതിരുന്നത് സാധാരണ വാഴ, കപ്പ, ഇങ്ങനെയുള്ള മറ്റു കൃഷികളൊക്കെയാണ്. റബ്ബറൊക്കെ വലിച്ചൊടിക്കുക, റബ്ബർ, തെങ്ങ്, കവുങ്ങ്. സമീപകാലത്ത് മാത്രം 5 പ്രാവശ്യമാണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചത്. തെങ്ങും കവുങ്ങും ഉൾപ്പെടെയുള്ള കൃഷികളാണ് പലപ്പോഴും നശിപ്പിക്കുന്നത്. വായ്പയെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ദുരിതത്തിലായിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.